വറഹ്മത്തുള്ളാ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് റേഷ്യോസ് ടു പേഴ്സൺസ്. നമുക്ക് റേഷ്യോ തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. നോക്കുക, സംടൈംസ് parts are given to us in the form of ratios and we need to convert those percentage. Consider the following examples. നമ്മൾ പാർട്സ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റേഷ്യോ ആയിട്ട് തന്നു കഴിഞ്ഞാൽ അതിനെ പേഴ്സൻറ്റേജിലേക്ക് മാറ്റും. കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്, നോക്കാം. എക്സാമ്പിൾ 14. Reena's mother said, to make idlis, you must take 2 parts rice and 1 part of urad dal. What percentage of such a mixture would be rice and what percentage would be urad dal? അപ്പോൾ റീനയുടെ അമ്മ പറഞ്ഞു, ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി 2 ഭാഗം അരി എടുക്കുമ്പോൾ അതിലൊരു ഭാഗം എന്തെടുക്കണം, ഉഴുന്നെടുക്കണം. അഥവാ അതിൻ്റെ അർത്ഥം എന്താണ്, ഉഴുന്നിൻ്റെ ഇരട്ടി എന്തെടുക്കണം, അരി എടുക്കണം. ഓക്കെ, വേറൊരു രീതി പറയുകയാണെങ്കിൽ 2 കപ്പ് അരി എടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് ഉഴുന്നെടുക്കണം. ഇനി നമ്മൾ എന്താണ് കണ്ടത്, ഇപ്പം ഇങ്ങനെ ഒരു മിക്സർ ഉണ്ടാക്കാൻ വേണ്ടി, ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരു മിക്സർ, ആ മാവ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എത്ര പെർസെൻറ്റേജ് ആണ് അരി എടുക്കേണ്ടത്, എത്ര പെർസെൻറ്റേജ് ആണ് ഉഴുന്നെടുക്കേണ്ടത്. ഇൻ ടേംസ് ഓഫ് റേഷ്യോ വി വുഡ് റൈറ്റ് ദിസ് ആസ് റൈസ് ഈസ് ടു ഉറുദ് ദാൽ. അപ്പോൾ നമ്മൾ പിന്നെ റേഷ്യോ എഴുതൽ ഈസ് ടു എന്നുള്ള ഈ 2 ഡോട്ട്. അപ്പോൾ അരിയും ഉഴുന്നും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ അരി എടുക്കുന്ന 2 ആണെങ്കിൽ ഉഴുന്ന് എത്ര എടുക്കണം, 1. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കാം, നൗ 2 + 1 equal to 2 + 1 = 3 is the total of all parts. അപ്പോൾ നമ്മൾ 3 കപ്പാണ് ടോട്ടൽ വരുന്നത്, 2 കപ്പ് അരിയും 1 കപ്പ് ഉഴുന്നും. അപ്പോൾ 3 കപ്പാണ് ടോട്ടൽ വരുന്നത്. ദിസ് മീൻസ് 2/3 part is rice. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, 3-ൽ 2 കപ്പ് അരിയും ആൻഡ് 1/3 part of urad dal, 3-ൽ 1 കപ്പ് ഉഴുന്നും. അപ്പോൾ 2/3-ഉം 1/3-ഉം. ഇനി നമ്മൾ ഇതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ദെൻ പെർസെൻറ്റേജ് ഓഫ് റൈസ് വുഡ് ബി 2/3 × 100. ഇതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ എന്ത് ചെയ്തത്, ഈ ഫ്രാക്ഷനെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 2 × 100, 200/3. 200-നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും, 66. ഇനി അവസാനം ശിഷ്ടം കിട്ടും. അപ്പോൾ 2/3. അപ്പോൾ 66 2/3 പെർസെൻറ്റേജ് ആണ് വരിക റൈസ്. ഇനി അതേപോലെ ഉറുദ് ദാൽ 1/3 × 100. അപ്പോൾ 1 × 100 100, 100-നെ 3 കൊണ്ട് ഹരിച്ചാൽ 33 1/3 പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന എന്താണ്, ആദ്യം റേഷ്യോ എടുത്തു, എന്നിട്ട് ഇത് ടോട്ടൽ എത്ര ഇല്ലേ നോക്കുക, റേഷ്യോ ടോട്ടൽ കൂട്ടി നോക്കുക, എന്നിട്ട് അതിൽ ഓരോന്നിൻ്റെയും ഫ്രാക്ഷൻ എഴുതി, പിന്നെ നമ്മൾ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതേപോലെ മറ്റൊരു എക്സാമ്പിൾ. ഇഫ് ₹250 is to be divided amongst Ravi, Raju and Roy so that Ravi gets 2 parts, Raju gets 3 parts and Roy 5 parts, how much money will each get? What will it be in percentages? 250 രൂപയുണ്ട്, അത് 3 ഡിവൈഡ് ചെയ്തു. രവിക്ക് കിട്ടിയത് 2 ഭാഗം, രാജുവിന് 3 ഭാഗം, റോയ്ക്ക് 5 ഭാഗം. എങ്കിൽ ഓരോരുത്തർക്കും എത്ര വീതം കിട്ടിയെന്നാണ്, അത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് കണ്ടെത്താം. അപ്പം നമ്മൾ ആദ്യം റേഷ്യോ എഴുതുന്നു, ഒരാൾക്ക് 2, ഒരാൾക്ക് 3, ഒരാൾക്ക് 5. അപ്പോൾ 2:3:5. ഇതിൻ്റെ ടോട്ടൽ എത്ര വരും, 10 പാർട്സ്. അപ്പോൾ 10 ഭാഗത്തിൽ 2 ആർക്ക്, രവിക്കും, 3 രാജുവിനും, 5 റോയ്ക്കുമാണ്. ഇനി ഇതിനെ നമ്മൾ ഒരാൾക്ക് കിട്ടിയ എമൗണ്ടിലേക്ക് മാറ്റുക. അപ്പോൾ ടോട്ടൽ 250 ആണുള്ളത്. അപ്പോൾ 10-ൽ 2 ഫസ്റ്റത്താക്ക്. അപ്പോൾ 2/10 × 250, 2 × 250-നെ ഗുണിച്ചിട്ട് എന്ത് ചെയ്യുക, 10 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 50 കിട്ടും. അടുത്ത 3/10 × 250 75. അടുത്ത 5/10 × 250 125.
ഇത് ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ 250 തന്നെ കിട്ടും. ഇനി ഇത് പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ ഫ്രാക്ഷനെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. 2/10 ഇൻറ്റു 100 20, 3/10 ഇൻറ്റു 100 30, 5/10 ഇൻറ്റു 100 50. അപ്പോൾ ഇത് ടോട്ടൽ എപ്പോഴും എന്തായിരിക്കും? 100 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെല്ലാവരും ചെയ്യാം. ഇനി ഇൻക്രീസ് ഓർ ഡിക്രീസ് ആസ് പെർസെൻറ്റേജ്. നമ്മൾ വേരിയേഷൻ വരുമ്പോൾ കൂടുകയോ കുറയുകയോ ചെയ്താൽ അതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ് കാണുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ there are times when we need to know the increase or decrease in a certain quantity as persons. For example, if the population of a state increased from 5,50,000 to 6,05,000, then the increase in population can be understood better if we say the population increased by 10%. അപ്പോൾ ഒരു കൺട്രിയിൽ 5,50,000 പോപ്പുലേഷനാണ് ഉള്ളത്. അത് അടുത്ത വർഷം എന്തായി? 6,05,000 മാറി. അപ്പോൾ അവിടെ 55,000 വർധനവാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ 10% പോപ്പുലേഷൻ വർദ്ധിച്ചു എന്നറിയും. ഈ 10% എങ്ങനെയാണ് കിട്ടിയത്? അപ്പോൾ ആദ്യത്തെ പോപ്പുലേഷൻ്റെ എത്ര ശതമാനമാണോ വർദ്ധിച്ചത് അതാണ് അതിൻ്റെ ഇൻക്രീസ് പെർസെൻറ്റേജ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് കാണുക എന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 6. A school team won 6 games this year against 4 games won last year. What is the percent increase? ഇപ്പോൾ ഒരു സ്കൂൾ ടീം ഈ വർഷം 6 ഗെയിമിലാണ് ജയിച്ചത്. കഴിഞ്ഞ വർഷം വെറും 4 ഗെയിമിലാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം 6 ഗെയിമിൽ ജയിച്ചു എങ്കിൽ എത്ര മത്സരത്തിലാണ് കൂടുതൽ ജയിച്ചത്? അതിൻ്റെ ഇൻക്രീസ് പെർസെൻറ്റേജ് എത്രയാണ്? അപ്പോൾ എത്രയാണ് വർദ്ധിച്ചത് നോക്കുക. ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് വിൻസ് ഓർ എമൗണ്ട് ഓഫ് ചേഞ്ച്. ഇവിടെ ചേഞ്ച് വന്നിട്ടുള്ള എത്രയാണെന്ന് നോക്കാം. വിജയത്തിൻ്റെ എണ്ണത്തിൽ എത്രയാണോ ചേഞ്ച് വന്നത്. അപ്പോൾ 6 ഈ വർഷം, കഴിഞ്ഞ വർഷം 4. അപ്പോൾ 6 - 4 2 മത്സരമാണ് അധികം ജയിച്ചത്. ഇനി ഇതിനെ പെർസെൻറ്റേജൊക്കെ മാറ്റാൻ വേണ്ടി പെർസെൻറ്റേജ് ഇൻക്രീസ് ഈക്വൽ ടു, ഇൻക്രീസ് പെർസെൻറ്റേജ് എങ്ങനെയാണ് കാണാം? എമൗണ്ട് ഓഫ് ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ എമൗണ്ട് ഓർ ബേസ്. അപ്പോൾ ചേഞ്ച് എത്രയാണോ അതിനെ എന്ത് ചെയ്യുക? ഒറിജിനൽ എമൗണ്ട് കഴിഞ്ഞ വർഷം എത്രയാണോ ജയിച്ചത് അതിനെ കൊണ്ട് ഹരിക്കുക, എന്നിട്ട് 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് വിൻസ്, എമൗണ്ട് ഓഫ് ചേഞ്ച് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എത്ര വിജയങ്ങളാണ് കൂടിയിട്ടുള്ളത്? 2. ഒറിജിനൽ നമ്പർ ഓഫ് വിൻസ് അതാണ് ഒറിജിനൽ എമൗണ്ട് 4. അപ്പോൾ 2/4 ഇൻറ്റു 100. 2/4 ഇൻറ്റു 100 എത്രയാവും? 2 ഇൻറ്റു 100 200/4 50. അപ്പോൾ 50% വർദ്ധിച്ചു. എന്താ 50% വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 4ആണ്, അപ്പോൾ ഇപ്പോൾ 2 കൂടി കൂടി. അപ്പോൾ 4ന്റെ പകുതിയാണ് 2, അതാണ് 50%. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വിജയത്തിൻ്റെ പകുതിയും കൂടി ഈ വർഷം കൂടി. ഓക്കെ, അങ്ങനെയാണ് ഇൻക്രീസ് പെർസെൻറ്റേജ് കാണുക. അപ്പോൾ 50% വർദ്ധിച്ചു. ഓക്കെ, ഇനി എക്സാമ്പിൾ 7. ദി നമ്പർ ഓഫ് illiterate persons in a country decreased from 150 lakh to 100 lakh in 10 years. What is the percentage of decrease? ഒരു കൺട്രിയിൽ നിരക്ഷരരായ ആൾക്കാരുടെ എണ്ണം 150 ലാക്കാണ്, സാക്ഷരത ഇല്ലാത്തവർ. അത് 10 വർഷം കഴിയുമ്പോൾ 100 ലക്ഷമായിട്ട് കുറഞ്ഞു എങ്കിൽ അതിൻ്റെ ഡിക്രീസ് പെർസെൻറ്റേജ് ഇവിടെ കുറയാണ് ചെയ്തത്, 150 100ആയി മാറി. ഇപ്പോൾ ഒറിജിനൽ എമൗണ്ട് ഇവിടെ ഇല്ലിറ്ററേറ്റ് പേഴ്സൺസ് ആണ് അതിൻ്റെ തുടക്കത്തിൽ ഉണ്ടായത്, ഇപ്പോൾ 150 ലാക്ക്. ഇനി എമൗണ്ട് ഓഫ് ചേഞ്ച്, ഇവിടെ എമൗണ്ട് ഓഫ് ചേഞ്ച് എന്നാണ് ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഇല്ലിറ്ററേറ്റ് പേഴ്സൺസ്. അവിടെ ഇല്ലിറ്ററേറ്റ് പേഴ്സൺസിൻ്റെ എമൗണ്ട് എത്രയാണോ കുറഞ്ഞിട്ടുള്ളത്, അപ്പോൾ 150 100 കുറച്ചാൽ 50 ലാക്ക്. Therefore, the percentage of decrease, amount of change divided by original amount. അപ്പോൾ ഇവിടെ ചേഞ്ച് ആയത് എത്രയാണ്? എമൗണ്ട് ഓഫ് ചേഞ്ച് ഡിവൈഡ് ബൈ ഒറിജിനൽ എമൗണ്ട് ഇൻറ്റു 100. അപ്പോൾ ഇവിടെ ചേഞ്ച് 50 ലാക്ക് ആണ്. അപ്പോൾ അതിൻ്റെ ബേസ് എമൗണ്ട് അല്ലെങ്കിൽ ഒറിജിനൽ എമൗണ്ട് 150 ആണ്, ഇൻറ്റു 100 നമ്മൾ ഗുണിച്ച് ഹരിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 33.1/3%. ഓക്കെ, ഇതേപോലെ 2 ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്. ഈ ട്രൈ ദിസ്, 2 ട്രൈ ദിസും എല്ലാവരും ചെയ്യുക. ഓക്കെ.